സതീശൻ പിന്നിലാണ് കേട്ടോ, അതും കൂടി പറഞ്ഞോണം. 243 വോട്ടിന് പറവൂരിൽ വി ഡി സതീശൻ പിന്നിട്ട് നിൽക്കുന്നു. ടൈസൺ മാസ്റ്റർ അവിടെ മുന്നിട്ട് നിൽക്കുന്നു എന്നുള്ളതാണ് ഈ ഘട്ടത്തിൽ പറയാനുള്ള ഒരു കാര്യം. പറവൂരിൽ വി ഡി സതീശൻ പ്രതിപക്ഷ നേതാവ് പിന്നിലാണ്. പക്ഷേ അപ്പോഴും 92 വോട്ടിന് UDF മുന്നിട്ട് നിൽക്കുന്നു. എനിക്ക് തോന്നുന്നു ഇത് ചിലപ്പം ഒരുപക്ഷെ മാറാനുള്ള സാധ്യതയുണ്ട്. മുഖ്യമന്ത്രി ആയിക്കോട്ടെ എന്ന് പറയുമ്പോഴേക്ക് അല്ല, അതും നിലനിൽക്കില്ലായിരിക്കും. പറവൂരാണ് നിലനിൽക്കില്ലായിരിക്കും. ധർമ്മടത്ത് പിണറായി വിജയൻ കയറി വരുമായിരിക്കും, പറവൂരിൽ വി ഡി സതീശൻ കയറി വരുമായിരിക്കും. പക്ഷേ ഇത് എന്നാലും ഈ സമയത്ത് പ്രതിപക്ഷ നേതാവും പിന്നിൽ, ഈ സമയത്ത് മുഖ്യമന്ത്രിയും പിന്നിൽ, പ്രതിപക്ഷ നേതാവും പിന്നിൽ. പാലാരിക്കുളത്ത് തോറ്റ പോലുള്ള അങ്ങനെ തോൽക്കുമെന്നല്ല പറഞ്ഞത്, പക്ഷെ ആ സീനിലേക്ക് കാര്യങ്ങൾ പോകുന്നു, നോർമയിലേക്ക് അത് വരുന്ന സാഹചര്യത്തിലേക്ക് വരികയാണ്. നല്ല മത്സരം കൊടുക്കുന്ന കാര്യത്തിൽ സംശയം ഉണ്ടായിരുന്നില്ല, പക്ഷേ വി ഡി സതീശൻ പിന്നിൽ പോകുമെന്നൊന്നും ആരും കരുതിയിരുന്നില്ല. പറവൂരിൽ വി ഡി സതീശൻ പിന്നിൽ ടൈസൺ മാസ്റ്റർ 242 വോട്ടിന് മുന്നിൽ. ഈ വൻ വിജയത്തിലേക്ക് UDF പോകുമെന്ന് പ്രതീക്ഷിച്ചിരിക്കെ 91 സീറ്റുകൾക്ക് UDF ലീഡ് എടുക്കുമ്പോൾ വി ഡി സതീശൻ പിന്നിലാണ്. അതിപ്പോ മാറുമായിരിക്കും. ഇപ്പൊ ആലപ്പുഴയിൽ PP ചിത്തരഞ്ജൻ പിന്നിലാണ്. അവിടെ AD തോമസ് 634 വോട്ടിന് മുന്നിട്ട് നിൽക്കുന്നു എന്നുള്ളൊരു കാര്യം. പിണറായി നേരിടുന്നത് ജനവിരുദ്ധ തരംഗം എന്നാണ് കൊടിക്കുന്നിൽ സുരേഷ് ഈ ഘട്ടത്തിൽ പറഞ്ഞത്. കൊടിക്കുന്നിൽ സുരേഷ് MP പ്രതികരണം അനുസരിച്ച് പിണറായി നേരിടുന്നത് ജനവിരുദ്ധ തരംഗമാണ്, ഞങ്ങളെ കളിയാക്കിയവർ ഭൂരിപക്ഷം കാണട്ടെ എന്നുള്ളൊരു പരിഹാസവും വെല്ലുവിളി നിറഞ്ഞൊരു ശബ്ദവും ഒക്കെയും അദ്ദേഹത്തിന്റെ ഭാഗത്തു നിന്നുണ്ട്. റോഷി അഗസ്റ്റിൻ 1197 വോട്ടിനാണ്. ഈ സമയത്ത് പിണറായി വിജയനും വി ഡി സതീശനും പിന്നിൽ എന്നുള്ള അവസ്ഥയ്ക്ക് മാറ്റം വന്നിട്ടില്ല. ജോസ് കെ മാണി 193 വോട്ടിന് പാലായിൽ പിന്നിലാണ്, ഇപ്പോഴും പിന്നിൽ തന്നെ. 193 വോട്ട് നേരിയ വോട്ടുകളുടെ വ്യത്യാസമാണ്. നീ കാത്തിരുന്ന് കാണാണ്. രാകേഷിന്റെ കാര്യമാണോ പറഞ്ഞത്?